ന്യൂസ് റൂം ലൈവ് തുടരുന്നു. പ്രധാന വാർത്തകൾ. തൃശൂരിൽ നിന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങാൻ കോൺഗ്രസ്. മഹാജനസഭ ഇന്ന്. മല്ലികാർജ്ജുൻ ഖർഗെ ഉദ്ഘാടകൻ. സീറ്റ് ചർച്ചയിൽ ലീഗുമായി പ്രശ്നങ്ങളില്ല എന്ന് കെ സുധാകരൻ. ലീഗിന്റെ അർഹതയെ ചോദ്യം ചെയ്യില്ല എന്ന് വി ഡി സതീശൻ. കോട്ടയം UDF സീറ്റ് ഏതാണ്ട് ഉറപ്പിച്ച് ഫ്രാൻസിസ് ജോർജ്. ഫ്രാൻസിസിനായി പിടിമുറുക്കി PJ ജോസഫ്. തീരുമാനമെടുക്കാൻ നാളെ ഉന്നതാധികാര സമിതി. ഗുരുവായൂര് അല്ലെങ്കിൽ ശബരിമല ഇന്ന് ഹിന്ദുക്കളാണ് ഉപയോഗിക്കുന്നത്. അത് ബുദ്ധവിഹാരമാണ്. ധർമ്മശാല, ധർമ്മടം, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇന്ത്യയിൽ പരിശോധിച്ചാൽ ബുദ്ധന്മാരുടെയും ജൈനന്മാരുടെയും ആരാധനാ കേന്ദ്രങ്ങളാണ് പിന്നീട് അമ്പലങ്ങളായി മാറിയത്. ശബരിമല പഴയ ബുദ്ധവിഹാര കേന്ദ്രമെന്ന കാന്തപുരത്തിന്റെ മകൻ. പലയിടത്തും ഭൂമിയിളക്കി പരിശോധിച്ചാൽ പലതും കിട്ടും. പിടിയില്ലാത്ത അരിവാളിനെ വേണമെങ്കിൽ ചന്ദ്രക്കലയെന്ന് പറയാം. ഗ്യാൻവാപ്പി മസ്ജിദിന്റെ സ്വഭാവം മാറ്റാൻ കോടതിക്ക് കഴിയില്ല എന്നും അബ്ദുൽ ഹക്കീം അസ്കരി. അയോധ്യ വിഷയത്തിൽ മുസ്ലിം ലീഗ് അധ്യക്ഷന്റെ പ്രസംഗം വിവാദത്തിൽ. നിർമ്മിച്ച ക്ഷേത്രവും നിർമ്മിക്കാനിരിക്കുന്ന പള്ളിയും മതേതര പ്രതീകം. സാദിഖ് അലി തങ്ങളുടെ നിലപാടിനെതിരെ INL. കേരളത്തിൽ ഇപ്പോൾ ഈ ബജറ്റിലൊന്നുമില്ലല്ലോ. കേരളത്തിൽ പല കാര്യങ്ങളും ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ എയിംസ് എല്ലാ തവണയും പറയുന്നതാണ്. അതുപോലൊക്കെയുള്ള വളരെ ലഭിക്കേണ്ടതായിട്ടുള്ള അവകാശങ്ങളുണ്ടല്ലോ, കേരളത്തിൻ്റെ വിഹിതമുണ്ടല്ലോ, അത് ലഭിക്കുന്ന കാര്യത്തിൽ പോരായ്മകളുണ്ട്. കേരളത്തിന് അർഹമായ പലതും കേന്ദ്രം തരുന്നില്ല എന്ന അബ്ദുൾ സമദ് സമദാനി. കേന്ദ്രം മതത്തെ ദുരുപയോഗം ചെയ്യുന്നു. പല നയങ്ങളും മുസ്ലിങ്ങൾക്കെതിരെ. രാഹുൽ ഗാന്ധി പ്രത്യാശയെന്നും സമദാനി ന്യൂസ് 18നോട്. കേരളഗാന വിവാദത്തിൽ കെ സച്ചിദാനന്ദനെതിരെ ശ്രീകുമാരൻ തമ്പി. സച്ചിദാനന്ദന്റെ കാലത്ത് അക്കാദമി അവാർഡ് തന്നാലും വാങ്ങില്ല. സച്ചിദാനന്ദൻ ബോധപൂർവം അപമാനിച്ചെന്നും ശ്രീകുമാരൻ തമ്പി. കമ്മിറ്റിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് BK ഹരിനാരായണന്റെ വരികളെന്ന് സച്ചിദാനന്ദൻ. ഇന്ത്യ മുന്നണിയിൽ അടുത്ത വിള്ളൽ. ഭാരത് ജോഡോ യാത്രയിലേക്ക് ക്ഷണമില്ല എന്ന് അഖിലേഷ് യാദവ്. ക്ഷണം ചോദിച്ചു വാങ്ങുന്നത് എങ്ങനെയെന്നും ചോദ്യം. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ സംസ്ഥാന ബജറ്റ് നാളെ. ജനക്ഷേമ പദ്ധതികൾക്ക് സാധ്യത. വരുമാനം വർദ്ധിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങൾ വെല്ലുവിളി. പിണറായി വിജയൻ അറിയാതെ TP ചന്ദ്രശേഖരന്റെ കൊലപാതകം നടക്കില്ല എന്ന് ആവർത്തിച്ചു KK രമ. അന്ന് പാർട്ടി സെക്രട്ടറിയായിരുന്ന പിണറായി അനുവാദം കൊടുക്കാതെ ആ കൊലപാതകം നടക്കില്ല. KK രമയുടെ പ്രതികരണം ന്യൂസ് 18 Q18-ൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള കോൺഗ്രസിന്റെ മഹാജനസഭ ഇന്ന് തൃശൂരിൽ നടക്കും. ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ മഹാജനസഭ ഉദ്ഘാടനം ചെയ്യും. മഹാജനസഭയ്ക്ക് മുന്നോടിയായി കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം തൃശൂരിൽ ചേരുകയാണ്. വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേർന്നു. സുവി, എങ്ങനെയായി ഒരുക്കങ്ങൾ? എത്ര മണിക്കാണ് യോഗം? ഇപ്പോൾ യോഗം ചേരുന്ന സാഹചര്യം കൂടിയുണ്ടല്ലോ. രഞ്ജിനി, BJPക്ക് പിന്നാലെ തൃശൂരിൽ നിന്ന് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങുകയാണ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇപ്പോൾ ചേരുകയാണ്. മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. KPCC അധ്യക്ഷൻ കെ സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, K മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഈ യോഗത്തിൽ പ്രധാനമായും കോൺഗ്രസിന് ആരെല്ലാം മത്സരിക്കണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക എന്നതാണ് ഈ യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒപ്പം മുന്നണിയിലെ ഏതൊക്കെ ഘടകകക്ഷികൾക്ക് ഏതെല്ലാം സീറ്റുകൾ വിട്ടു നൽകണം എന്ന കാര്യത്തിലും ഒരു തീരുമാനമുണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു ധാരണയുണ്ടാക്കാനാണ് ഇന്നത്തെ യോഗം ചേരുന്നത്. പ്രധാനമായും മുസ്ലിം ലീഗ് മൂന്നാമതൊരു സീറ്റ് കൂടെ ചോദിച്ച ഒരു സാഹചര്യമുണ്ട്. അത് മുസ്ലിം ലീഗ് നൽകണോ, ഏത് സീറ്റ് നൽകണം എന്നതുൾപ്പെടെയുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ യോഗം ചേരുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മഹാജനസഭയ്ക്ക് മുന്നോടിയായി കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം തൃശൂരിൽ ചേരുന്നു. സുവിയിലേക്ക് ഞാൻ മടങ്ങിയെത്താം. അതിനു മുമ്പ് ചില പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. കെ സുധാകരന്റെ അടക്കമുള്ള പ്രതികരണങ്ങൾ കണ്ട ശേഷം സുവിയിലേക്ക് എത്താം.
അത്ര പെട്ടെന്നൊക്കെ സ്ഥാനാർത്ഥി നിർണയം നടക്കുമോ? ഇന്ന് സ്ഥാനാർത്ഥി നിർണയത്തിലെ ചർച്ചയല്ല. ഈ ഇലക്ഷനെ കുറിച്ച് പാർട്ടി എങ്ങനെ, മുന്നണി എങ്ങനെ ഈ ഇലക്ഷൻ ഫേസ് ചെയ്യണമെന്നതിനെ കുറിച്ചുള്ള താത്വികമായ ചർച്ചയാണ്, അല്ലാതെ സ്ഥാനാർത്ഥി നിർണയത്തിലെ ചർച്ചയല്ല ഇവിടെ നടക്കുന്നത്. മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ് അതൊക്കെ എല്ലാ കാലവും ഉള്ളതാണ്. അതൊക്കെ ഞങ്ങള് മുന്നണിക്കകത്ത് അതൊക്കെ സൗഹാർദ്ദം എല്ലാ കാലവും തീർന്നിട്ടുണ്ട്, എക്കാലവും തീരും. ഞങ്ങൾ തമ്മിലുള്ള ഒരു തർക്കവും ഉണ്ടാവില്ല. നമ്മൾ വളരെ സൗഹാർദ്ദപൂർവ്വം UDF ഇലക്ഷൻ ഫേസ് ചെയ്യും. ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം അതൊക്കെ തീരുമാനിക്കേണ്ടത് പിന്നീടാണ്, പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. അതെല്ലാം ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്യാണ് ലീഡർഷിപ്പായിട്ട്. അവരുടെ ഒരു ഡിമാൻഡാണ്, അവർക്ക് അർഹതപ്പെട്ട ഒരു ഡിമാൻഡാണ്. ഞങ്ങൾ അവരുടെ അർഹതയെ ഒരു കാരണവശാലും ചോദ്യം ചെയ്യില്ല. പിന്നെ നമുക്ക് പ്രായോഗികമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇന്നത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ച് പരിശോധിക്കുകയൊക്കെ വേണം. അവർ കോൺഗ്രസിനോടൊപ്പം ആത്മാർത്ഥമായി നിൽക്കുന്ന ഘടകകക്ഷിയാണ്. ഞങ്ങൾക്ക് ഏറ്റവും വലിയ വിശ്വാസമുള്ള ഒരു ഘടകകക്ഷിയാണ്. നമുക്ക് ഈ UDFന്റെ ഒരു ബാക്ക് ബോണാണ് അവർ. അപ്പോൾ അവർ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും ഞങ്ങളുമായിട്ട് ആലോചിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതില് അവരുടെ ഡിമാൻഡ് മുന്നോട്ട് വെച്ചു. അത് പാർട്ടിയുടെ പരിഗണനയിലാണ്. ആ കാര്യങ്ങളൊക്കെ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്ത് 5-ാം തീയതി ലൈസൺ കമ്മിറ്റിക്ക് മുമ്പ് ലീഗുമായിട്ടുള്ള ഫൈനലായിട്ടുള്ള ഒരു ഡിസ്കഷൻ ഉണ്ട്. അതിനുശേഷം കാര്യങ്ങൾ 5-ാം തീയതി തന്നെ സീറ്റ് വിഭജനം പൂർത്തിയാക്കും. അല്ല, അതിങ്ങനെ ഈ എല്ലാത്തിനും പുറത്ത് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ലല്ലോ. ലീഗിന് ചോദിക്കാൻ യോഗ്യതയുണ്ട്, അതവർ ചോദിച്ചു. കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ചർച്ച ചെയ്ത് അവരുമായി കൂടെ ഒരു ഫൈനൽ ചർച്ച ചെയ്ത് കാര്യങ്ങൾ അറിയിക്കും. തീർച്ചയായിട്ടും അവർക്ക് മുമ്പ് കൊടുത്തിട്ടുണ്ട്. 3 സീറ്റ് അവർക്ക് നൽകിയിട്ടുണ്ട്. അതിലൊരു സീറ്റ് അവർ തിരിച്ചു തന്നിട്ടുമുണ്ട്. 1991 വടകര സീറ്റ് അന്ന് അവർക്കൂടെ സ്വീകാരനായ ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് രത്നസിംഗ് മത്സരിച്ചത്. അതുകൊണ്ട് കൊടുത്തിട്ടുള്ള ചരിത്രമൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം പാർട്ടി ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ടതിന് ശേഷം അവരുമായിട്ട് ഒരു ചർച്ച കൂടെ നടത്തി ഫൈനലൈസ് ചെയ്യും. അതിലൊരു തർക്കം ഉണ്ടാവില്ല. ഒരിക്കലും UDFന്റെ അകത്ത് സീറ്റ് വിഭജനത്തിൽ ഒരു തർക്കം ഉണ്ടാവില്ല. മഹാജനസഭയ്ക്ക് മുന്നോടിയായി തൃശൂരിൽ തെരഞ്ഞെടുപ്പ് സമിതി യോഗം കോൺഗ്രസ് ചേരുകയാണ്. എന്തായാലും അതിന് മുന്നോടിയായുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രതികരണം കൂടിയാണ് നമ്മൾ കണ്ടത്. സുവി വിശ്വനാഥൻ തുടരുന്നുണ്ട്. സുവി, എന്തായാലും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലടക്കം ഈ 3-ാം സീറ്റ് ലീഗിന്റെ അത് ചർച്ചയാകുന്നുണ്ടോ? അതിൽ പിന്നീട് ഒരു തീരുമാനം കൃത്യമായി പറയുമെന്നാണ് നേതാക്കളെല്ലാം പറയുന്നത്. ഇന്ന് അതിലെന്തെങ്കിലും ഒരു വ്യക്തത ആ യോഗത്തിൽ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ഒപ്പം ഈ മഹാജനസഭയുടെ ഒരുക്കങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാം. രഞ്ജിനി, കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി യോഗമാണ് തൃശൂരിൽ ചേരുന്നത്. പ്രധാന നേതാക്കളെല്ലാം തന്നെ പങ്കെടുക്കുന്നു. പ്രധാനമായും ആരെല്ലാം തന്നെ മത്സര രംഗത്തുണ്ടാകണം, ഒപ്പം തന്നെ ഈ മുന്നണിക്കകത്ത് ആർക്കെല്ലാം സീറ്റുകൾ നൽകണം, കൂടുതൽ സീറ്റുകൾ നൽകണം, അത് എങ്ങനെ ആയിരിക്കണം എന്നത് സംബന്ധിച്ച് ധാരണയിലെത്തുക എന്നതാണ് ഇന്നത്തെ യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ യോഗം കൊണ്ട് ചർച്ചകൾ പൂർത്തിയാകില്ല. നാളെയും മറ്റും ഈ ചർച്ചകൾ ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഈ സിറ്റിംഗ് MP-മാരിൽ ആരെല്ലാം മത്സര രംഗത്തുണ്ടാകണം എന്ന കാര്യവും തീരുമാനമാകും. ഏതായാലും അന്തിമ തീരുമാനമെടുക്കുക ഹൈക്കമാൻഡാണ്. ഈ 15 MP-മാരും മത്സര രംഗത്തുണ്ടാകണം എന്നാണ് നിലവിലെ ഒരു സാഹചര്യം ഉള്ളത്. അതിൽ തന്നെ ഈ MP-മാരുടെ പ്രവർത്തന മികവ് കൂടെ പരിഗണിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുക. ഏതായാലും ഒരു ധാരണയുണ്ടാക്കുക എന്നതാണ് ഇന്നത്തെ യോഗത്തിന്റെ ലക്ഷ്യം. മുതിർന്ന നേതാക്കളെല്ലാം തന്നെ പങ്കെടുക്കുന്നുണ്ട്. ഏതായാലും ഈ മഹാജനസഭ, കോൺഗ്രസിന്റെ മഹാജനസഭ തൃശൂരിൽ ഇന്ന് ഉച്ചയ്ക്ക് 3:30 തൃശൂർ തേക്കിൻകാട് മൈതാനത്താണ് ഈ യോഗം ചേരുക. മല്ലികാർജുൻ ഖാർഗെയാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രധാനമായും ഈ കോൺഗ്രസ് പ്രവർത്തകരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉണർവിലേക്ക് എത്തിക്കുക എന്നതാണ് ലക്ഷ്യം വെക്കുന്നത്. അതിന് ബൂത്ത് പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവരെ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. 1 ലക്ഷത്തോളം പേർ ഈ യോഗത്തിൽ പങ്കെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസിന്റെ ഒരു ശക്തി പ്രകടനം തന്നെ എന്ന രീതിയിലാണ് ഈ യോഗത്തെ വിശേഷിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും തൃശൂരിൽ നിന്നാണ് BJP തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി സുരേഷ് ഗോപിയെ ഇവിടെ നിന്ന് ജയിപ്പിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളുമായിട്ടാണ് BJP മുന്നോട്ട് പോകുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കോൺഗ്രസും ഇവിടെ നിന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഒരുക്കം തുടങ്ങിയിരിക്കുന്നത്. രഞ്ജിനി, സുബി അവസാനം പറഞ്ഞു നിർത്തിയ പോയിന്റാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കോൺഗ്രസ് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഇന്ന്
30-നാണ് മഹാജനസഭ തൃശ്ശൂരിൽ ചേരുന്നത്. തൃശ്ശൂരിലാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഒരു ത്രികോണ പോരാട്ടത്തിലാണ് തൃശ്ശൂരിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. പ്രത്യേകിച്ചും TN പ്രതാപൻ തന്നെയായിരിക്കും UDFന്റെ സ്ഥാനാർത്ഥി, സുരേഷ് ഗോപിയെ തന്നെയാണ് NDAയുടെ സ്ഥാനാർത്ഥിയായി വരുന്നത്, VS സുനിൽകുമാർ CPA സ്ഥാനാർത്ഥിയായി അവിടെ വരികയും ചെയ്യും. ആ രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുമുണ്ട്. അങ്ങനെ വരുമ്പോൾ കൃത്യമായൊരു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടുള്ള ഒരു മഹാജനസഭ അവിടെ തുടങ്ങുകയും ചെയ്യുന്നു. നേരത്തെ TN പ്രതാപന്റെ പ്രതികരണമൊക്കെ ഏറെ ശ്രദ്ധേയമായതാണ്, ചർച്ചയായതാണ്. പ്രത്യേകിച്ചും അവിടെ ഞങ്ങൾക്ക് എതിരാളി BJP ആണ് എന്നുള്ളൊരു പ്രസ്താവന TN പ്രതാപന്റെ ഭാഗത്തു നിന്നും വന്നിരുന്നു. അതിനെ ഇടത് കേന്ദ്രങ്ങളെല്ലാം പൂർണ്ണമായും തള്ളിക്കളയുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ കോൺഗ്രസ് തൃശ്ശൂരിൽ ഇത്തരത്തിലുള്ള ഒരു മഹാജനസഭയ്ക്ക് തൃശ്ശൂർ തന്നെ തെരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ രാഷ്ട്രീയ മാനങ്ങൾ ഏത് രീതിയിൽ കാണണം, എന്ത് പ്രതീക്ഷിക്കണം? BJP തൃശ്ശൂരിൽ നിന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ച ഒരു സാഹചര്യത്തിൽ തന്നെയാണ് തൃശ്ശൂരിൽ നിന്ന് തന്നെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കോൺഗ്രസും ആക്കം കൂട്ടുന്നത്. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ് ഈ തൃശ്ശൂർ. അവിടെ നിന്ന് TN പ്രതാപൻ MP തന്നെ മത്സരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ പ്രതാപന് കോൺഗ്രസ് വോട്ടുകളുണ്ട്, ഒപ്പം തന്നെ TN പ്രതാപിൻ്റെതായ വോട്ടുകളും ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ജനകീയ പിന്തുണയുള്ള നേതാവാണ് VS സുനിൽകുമാറാണ് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഇവിടെ വരിക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ ജനകീയനാണ്, അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെതായ ഉറച്ച സീറ്റുകളുണ്ട്. ഒപ്പം കഴിഞ്ഞ 2 തവണയായി തൃശ്ശൂരിൽ നിന്ന് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഇറങ്ങുന്നയാളാണ് സുരേഷ് ഗോപി. ഈ സുരേഷ് ഗോപി ഈ മത്സര രംഗത്ത് വരുമ്പോൾ കൂടുതൽ ജനകീയ പിന്തുണ ആർജിച്ച ശേഷമാണ് സുരേഷ് ഗോപി എത്തുന്നത്. പ്രത്യേകിച്ചും സുരേഷ് ഗോപിയുടെ ഒരു പോരാട്ടം എന്ന് പറയുന്നത് വിജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന തരത്തിൽ ഒരു പ്രചാരണമാണ് BJP ഇവിടെ നിന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഒപ്പം സുരേഷ് ഗോപിയെ ജയിപ്പിച്ച് കേന്ദ്ര മന്ത്രിസഭയിൽ എത്തിക്കുക എന്നതാണ് BJP ലക്ഷ്യമിടുന്നത്. ആ ഒരു സീറ്റ് വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന തരത്തിലുള്ള പോരാട്ടത്തിന് BJP ആക്കം കൂട്ടുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് കോൺഗ്രസും ഇവിടെ നിന്ന് ഒരു പോരാട്ടം തുടങ്ങുന്നത്. ഏതായാലും വലിയ തോതിലുള്ള വ്യത്യാസം, അതായത് ജയിച്ചു നിൽക്കുന്ന സിറ്റിംഗ് MP TN പ്രതാപനുമായി സുരേഷ് ഗോപിക്ക് വലിയ തോതിലുള്ള വ്യത്യാസം വോട്ടിൽ ഇല്ല എന്നതും BJPക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഏതായാലും ഇത്തവണ സുരേഷ് ഗോപിക്ക് ഇവിടെ നിന്ന് ജയിച്ചു കയറാൻ സാധിക്കും എന്നാണ് BJP കരുതുന്നത്. എന്നാൽ അത് വിട്ടുകൊടുക്കില്ല എന്ന മനോഭാവത്തിൽ തന്നെ കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. രഞ്ജിനി. സുവിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. സാഹിത്യ അക്കാദമി ചെയർമാൻ സച്ചിദാനന്ദൻ അവസരം നൽകി അപമാനിച്ചുവെന്ന് ശ്രീകുമാരൻ തമ്പി. സച്ചിദാനന്ദന് തന്നോട് പകയാണ്, നിർബന്ധിച്ചാണ് തന്നെക്കൊണ്ട് കേരള ഗാനം എഴുതിച്ചത്. പിന്നീട് മാറ്റി നൽകാൻ ആവശ്യപ്പെട്ടു. ഗാനം നിരാകരിച്ച കാര്യം തന്നെ അറിയിച്ചില്ല. തന്റെ ഗാനം ക്ലീഷയാണെന്നാണ് സച്ചിദാനന്ദൻ പറഞ്ഞത്. തന്നെ ബോയ്ക്കോട്ട് ചെയ്യണമെന്ന് സച്ചിദാനന്ദൻ നിർദ്ദേശം നൽകി. തന്നെ ബോയ്ക്കോട്ട് ചെയ്യാൻ സച്ചിദാനന്ദൻ അങ്ങനെ പറയാൻ ആരാണെന്നും സച്ചിദാനന്ദൻ ഇരിക്കുന്നിടത്തോളം കാലം അക്കാദമി അവാർഡ് വാങ്ങില്ല എന്നും ശ്രീകുമാരൻ തമ്പി ന്യൂസ് 18നോട് പറഞ്ഞു. ദൗർഭാഗ്യകരമായ ഒരു പ്രതികരണം ആണ്, അല്ലെങ്കിൽ താങ്കൾ എഴുതിയ കവിത അത് ക്ലീശയാണ്, അതുകൊണ്ട് അത് കേരള ഗാനമായി അംഗീകരിക്കാനാവില്ല എന്നൊരു നിലപാട് രാവിലെ സാഹിത്യ അക്കാദമിയുടെ ഭാഗത്തു നിന്ന് വരുന്നു. ഇത് രാഷ്ട്രീയമായ ഒരു കടന്നാക്രമണമാണോ, അതോ അതിനപ്പുറത്തേക്ക് വ്യക്തിപരമായ എന്തെങ്കിലും വിരോധമാണോ? താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? രാഷ്ട്രീയമൊന്നുമില്ല, ഇത് വ്യക്തിപരമാണ്. സച്ചിദാനന്ദൻ എന്നോട് പകയുണ്ടായാലും ആ പക വീട്ടിൽ എത്രയേ ഉള്ളൂ. ഈ പകയ്ക്ക് എന്തെങ്കിലും കാരണമുണ്ടോ? എന്താണ് കാരണമുണ്ട്? കാരണം ഒരു പ്രത്യേക സമ്മേളനത്തിൽ പങ്കെടുത്ത ഞാനടക്കമുള്ള ആൾക്കാരെ ബോയ്ക്കോട്ട് ചെയ്യണം എന്ന് സച്ചിദാനന്ദൻ പറഞ്ഞു. സച്ചിദാനന്ദൻ ആരാ എന്നെ ബോയ്ക്കോട്ട് എന്ന് പറയാൻ? അപ്പോൾ ശ്രീകുമാരൻ തമ്പിയെ ബോയ്ക്കോട്ട് ചെയ്യണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ മനസ്സിലാക്കുക. ശ്രീകുമാരൻ ബോയ്ക്കോട്ട് എന്ന് പറയാൻ സച്ചിദാനന്ദൻ എന്താ അവകാശം? അല്ല, ഈ സച്ചിദാനന്ദൻ ക്ലീശ എന്ന് വിശേഷിപ്പിച്ച താങ്കൾ കേരള ഗാനമായി രചിച്ച ആ കവിത ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ചൊല്ലാം. അല്ല, അതിപ്പോ നിങ്ങളത് തീരുമാനിക്കണം. ഞാൻ ആ പാട്ട് വരികൾ കേൾപ്പിക്കാം. അപ്പൊ വരികൾ എവിടെയാണ് ക്ലീശ എന്ന്? ഇപ്പം കഥകളി എന്ന് പറഞ്ഞിട്ടുണ്ട്, നീള എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇളനീരെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ക്ലീശയാണെന്നായിരിക്കും പിന്നെ സച്ചിദാനന്ദന്റെ വിചാരം. അതൊന്നും ഇനി ഒരുപാട് പ്രയോഗിച്ചാൽ ഇനിയൊന്നും പ്രയോഗിക്കരുതെന്നുള്ളതായിരിക്കും അത്. പക്ഷെ എനിക്ക് മലയാളി എന്ന നിലയിൽ എനിക്കതൊന്നും പ്രയോഗിക്കാതെ കഥ എഴുതാൻ പറ്റില്ല. സഖിയ പർവ്വതം എന്ന് പറയാൻ പാടില്ല, അത് ക്ലീശയാണ്. മലയാളം എന്നേ പറയാൻ പാടില്ല, അത് ക്ലീശയല്ലേ? എത്ര കാലമായിട്ട് പറയുന്ന ഒരു വാക്കാണ്. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രേക്ഷകർക്ക് അത് കേൾക്കണമെന്നൊരു വലിയ ആഗ്രഹം കാണും. ഞാൻ വായിക്കാം. ഞാൻ ഒരു കമ്പോസ് ചെയ്തൊരു പാട്ടായിട്ട് ഇറക്കും. ഞാൻ അങ്ങനെ തീരുമാനിക്കാം. ഇനിയിപ്പോ ഗവൺമെന്റിനോ അക്കാദമിക്കൊന്നും പാട്ട് കൊടുക്കുന്ന പ്രശ്നമില്ല. ഈ പാട്ട് ഞാൻ തന്നെ റെക്കോർഡ് ചെയ്ത് എന്റെ വകയായിട്ട്, എന്റെ സമ്മാനമായിട്ട് ലോക മലയാളികൾക്ക്, ലോകത്തുള്ള എല്ലാവർക്കും മലയാളികൾക്ക് ഞാൻ സമ്മാനിക്കും. അത് പകർപ്പവകാശം അവർക്കാണ്, എനിക്ക് പകർപ്പവകാശമില്ല. ആർക്കും ഉപയോഗിക്കാം പാട്ട്. അങ്ങനെയാണ് കൊടുക്കാൻ പോകുന്നത്. സ്കൂളുകളിൽ ഉപയോഗിക്കാം, പിന്നെ സമ്മേളനങ്ങളിൽ ഉപയോഗിക്കാം, ഏത് പാർട്ടിക്ക് ഉപയോഗിക്കാം. കാരണം ഇതിനൊരു പാർട്ടിയില്ല. എന്തെങ്കിലും അല്പം ഉണ്ടെങ്കിൽ ഇടതുപക്ഷ ഭാവമാണ്. കാരണം മതേതരത്വത്തെക്കുറിച്ച് പറയുന്ന പാട്ടാണ്. മതേതരത്വം പറയുന്നത് കൃഷിയാണോ സച്ചിദാനന്ദന്റെ അഭിപ്രായത്തിൽ?
അപ്പോൾ ഇതാണ് എൻ്റെ വരികൾ. ഹരിത ഭംഗി കവിത ചൊല്ലും എന്മല എൻ്റെ കേരളം, ഹരിത ഭംഗി കവിത ചൊല്ലും എൻ്റെ കേരളം, സഖ്യഗിരിതൻ ലാളനയിൽ വിലസും കേരളം, ഇളനീരിൻ മധുരമൂറുമെൻ മലയാളം, വിവിധ ഭാവധാരകൾ തൻ ഹൃദയ സംഗമം. ഇതാണ് പല്ലവി. ഇതെന്താ കൃഷി? ഇനി മലകൾ, പുഴകൾ, കായലുകൾ, കടലോരങ്ങൾ, കാഴ്ച തേടും യാത്രികൾക്ക് കലാശാലകൾ, കഥകൾ ഇതൻ താളം കേട്ടു നിളയുരുകുന്നു, വഞ്ചിപ്പാട്ടിൽ പാടിപ്പാടി പമ്പ പായുന്നു. കേരളം കേരളം കേരളം. സ്ഥിതി സമത്വ സ്വപ്നം തിരുവോണമാക്കി നമ്മൾ, സ്ഥിതി സമത്വ സ്വപ്നം തിരുവോണമാക്കി നമ്മൾ, മാനവത്വം ഒന്നേ മതമെന്നു ചൊല്ലി നമ്മൾ, പുതുയുഗത്തിൻ പുലരികൾക്കായി കാത്തിരുന്നോർ നമ്മൾ, ഐകമത്യധാരയായി മുന്നേറിടുന്നു നമ്മൾ. സ്വീകരിക്കാൻ കഴിവില്ല പറ്റാത്ത ഏത് പദമാണ് ഇതിനകത്ത്? ഐകമത്യം എന്നുള്ളതാണോ, മതേതരത്വം എന്നുള്ളതാണോ, അതോ സഹ്യപർവ്വതം എന്നുള്ളതാണ്? എന്താണ് ക്ലീഷേ? അപ്പോൾ അവർ ഈ ക്ലീഷേ എന്ന് പറഞ്ഞ് തള്ളിയ ഈ കവിത താങ്കൾ അത് എങ്ങനെ ഈ ജനങ്ങളിലേക്ക് എത്തിക്കും, മലയാളികളിലേക്ക് എത്തിക്കും? ഞാനിത് റെക്കോർഡ് ചെയ്യും. നമ്മൾ നല്ലൊരു പാട്ടുകാരനെ കൊണ്ട് പാടിക്കും. പാടിച്ച് ഞാനത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യും. ഒരു പുനർവിചിന്തനത്തിന് അവർ തയ്യാറായാൽ താങ്കളുടെ ഒരു... ഇല്ല, എന്നെ സംബന്ധിച്ചോളം അങ്ങനെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് ഉറച്ച നിലപാടാണ്. ഇനി ഉറച്ച നിലപാടാണ്. ഈ സച്ചിദാനന്ദൻ പ്രസിഡന്റും അബൂബക്കർ സെക്രട്ടറി എന്ന കാലത്ത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് എന്നാലും ഞാൻ വാങ്ങിയില്ല, ഉറപ്പായിട്ടും. ഹിന്ദുത്വത്തിന്റെ പാർട്ടി ഭരിക്കുന്ന കാലത്ത് വാജ്പേയി പ്രധാനമന്ത്രിക്കുമ്പോൾ സാഹിത്യ അക്കാദമി കയറി പറ്റിയ ആളാണ്, കേന്ദ്ര സാഹിത്യ അക്കാദമി പറ്റി. അപ്പൊ അതിന് വ്യക്തിത്വത്തെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. നോബൽ സമ്മാനത്തിന് രവീന്ദ്രനാഥ് ടാഗോർ കഴിഞ്ഞാൽ അടുത്ത് ഒരാൾ സച്ചിദാനന്ദൻ വരെ ഇദ്ദേഹത്തിന്റെ കുറെ ഫ്രണ്ട്സ് പറഞ്ഞു നടന്നു, ചിരിക്കാൻ എന്ത് ചെയ്യും, നമുക്ക് ചിരിക്കാനല്ലേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് അത്ര സമർത്ഥനാണ് അദ്ദേഹം. ഇങ്ങനെ ഒരു കാര്യങ്ങൾ നേടിയെടുക്കാൻ അതിസമർത്ഥനാണ് സച്ചിദാനന്ദൻ. കേരള സാഹിത്യ അക്കാദമിയോട് താങ്കൾ പൂർണ്ണമായ അയിത്തം പ്രഖ്യാപിക്കുകയാണ്? സച്ചിദാനന്ദൻ പ്രസിഡന്റായിരിക്കുന്ന കാലം ഞാൻ അയിത്തം പ്രഖ്യാപിക്കുകയാണ്, യാതൊരു സംശയമില്ല. ഇനി ആ അക്കാദമിയോട് എനിക്കൊരു ബന്ധവുമില്ല. സച്ചിദാനന്ദൻ അധികാരത്തിലിരിക്കുമ്പോൾ ഞാൻ പുരസ്കാരവും മേടിക്കുകയില്ല. കേരള ഗാന വിവാദത്തിൽ പ്രതികരണവുമായി സാഹിത്യ അക്കാദമി ചെയർമാൻ സച്ചിദാനന്ദൻ. ശ്രീകുമാരൻ തമ്പിയുടെ ഗാനം ഒഴിവാക്കിയിട്ടില്ല. നിലവിൽ 3 പേരുടെ ഗാനങ്ങൾ തെരഞ്ഞെടുത്തു. ഇപ്പോൾ കമ്മിറ്റിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് BK ഹരിനാരായണൻ എഴുതിയ വരികളാണ്. സംഗീതം നൽകിയ ശേഷം മാത്രം അന്തിമ തീരുമാനമെടുക്കും. ശ്രീകുമാരൻ തമ്പിയുടെ ഗാനമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെങ്കിൽ അത് തെരഞ്ഞെടുക്കുമെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു. കമ്മിറ്റി കൂടുമ്പോൾ എങ്ങനെയാണ് പറയുക എന്നുള്ളത് അതിലിപ്പോൾ M. ലീലാവതിയുണ്ട്, ഏഴാശ്ശേരി രാമേന്ദ്രൻ്റെ, MR രാഘവാരുണ്ട്, അങ്ങനെയുള്ള കുറച്ച് ആളുകളുടെ ഒരു ഗവൺമെൻറ് തന്നെ നിയമിച്ചൊരു കമ്മിറ്റിയാണ്. ഞങ്ങൾ അതിലൊരു ഏജൻസി മാത്രമാണ് വാസ്തവത്തിൽ. അപ്പോൾ ആ കമ്മിറ്റിയുടെ ഫൈനൽ തീരുമാനം ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതല്ല വേറൊരെണ്ണം എടുത്തതെന്ന് പറയാൻ കഴിയുള്ളൂ. ഒന്നും നമ്മൾ പകരം കൃത്യമായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ അത് കഴിയുന്നതുവരെ നമുക്ക് ഒരു ഫൈനൽ തീരുമാനം ഇല്ലാതെ നമുക്ക് അദ്ദേഹത്തെ അറിയിക്കാനും പറ്റില്ല. എടുത്തു എന്നോ അല്ലെങ്കിൽ നിരാകരിച്ചു എന്നോ അറിയിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഗാനം എഴുതിയതിനും അയച്ചതിനും അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. കൾച്ചർ സെക്രട്ടറി പറഞ്ഞു നമുക്ക് അവിടെ വന്ന ഗാനങ്ങളൊന്നും അത്ര ഗുണമില്ല, നമുക്ക് തമ്പി സാറിനോട് പറയാം എന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞങ്ങൾ എഴുതി. ഹരിനാരായണൻ്റെ പാട്ടും വന്നിട്ടുണ്ട്. ഹരിനാരായണൻ്റെ പാട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പാട്ടുകളിൽ ടെക്സ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഈ കമ്മിറ്റിക്ക് കൂടുതൽ സമ്മതമായിട്ട് തോന്നിയിട്ടുള്ളത് ആ പാട്ടാണ്. പക്ഷെ അതും തിരഞ്ഞെടുത്തിട്ടില്ല. ഹരിനാരായണനോടും നമ്മൾ പറഞ്ഞിട്ടില്ല അത് തിരഞ്ഞെടുത്തു എന്നൊന്നും നമ്മൾ ഒരിക്കലും അറിയിച്ചില്ല. ഹരിനാരായണനോട് ചോദിച്ചാലും അദ്ദേഹം പറയും. അദ്ദേഹമായിട്ടും അദ്ദേഹത്തിന് ഇതുപോലെ ഒരു നന്ദി പറഞ്ഞു എന്നല്ലാതെ നമ്മൾ അത് തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞിട്ടില്ല. അത് ഇനി മ്യൂസിക് കൊടുത്ത ശേഷം മാത്രം ഈ ഏതാണോ അംഗീകരിക്കുന്നത്, ഇപ്പോൾ കമ്മിറ്റി ഒന്നിച്ച് അംഗീകരിക്കുന്നത് അത് അംഗീകരിക്കുകയും അത് അംഗീകരിച്ച ശേഷം അയച്ച എല്ലാവരെയും നമുക്ക് അറിയിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ തമ്പി സാറിനോട് നമ്മൾ പറഞ്ഞതായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അത് പറ്റിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് അറിയിക്കും. ആ ഫൈനൽ ഡിസിഷനിൽ അവസരം എത്തിയിട്ടില്ല. ഇനിയൊരു മ്യൂസിക് കൊടുത്ത് ഒരു കമ്മിറ്റി കൂടി കഴിഞ്ഞ ശേഷമേ ഫൈനൽ ഡിസിഷൻ ഉണ്ടാവുള്ളൂ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പ്രതിഫല വിവാദത്തിൽ ഖേദമറിയിച്ച് ബാലചന്ദ്രൻ ചുള്ളിക്കാട്. കുറിപ്പ് ദുർവ്യാഖ്യാനം ചെയ്തതായി ബാലചന്ദ്രൻ ചുള്ളിക്കാട് അറിയിച്ചുവെന്ന് K. സച്ചിദാനന്ദൻ പറഞ്ഞു. ബാലനുമായിട്ട് അതിന് ശേഷം അതിന് പിന്നീട് സംസാരം നടന്നു. അപ്പോൾ ബാലൻ സോറി പറഞ്ഞു, ഞാൻ ഇങ്ങനെയൊന്നും ഉദ്ദേശിച്ചിരുന്നേ ഇല്ല, ഞാൻ ഉദ്ദേശിച്ചത് പൊതുവേ എഴുത്തുകാർക്ക് കൂടുതൽ പരിഗണന കിട്ടണമെന്ന് ആണ് ഉദ്ദേശിച്ചിരുന്നുള്ളൂ.
അല്ലാതെ അക്കാദമിക്കെതിരായിട്ടോ മാഷ്ക്കെതിരായിട്ടോ ബാലനെ എന്നെ സംബന്ധിച്ച് സഹോദരനെ പോലെയാണ്. എൻ്റെ കുടുംബക്കാർക്കൊക്കെ എല്ലാം അറിയാവുന്നതാണ്. അവിടെ വളർന്ന ഒരാളെന്ന് തന്നെ പറയാം എൻ്റെ ഇരിഞ്ഞാലക്കുടയൊക്കെയുള്ള വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പേഴ്സണലായിട്ട് ഒട്ടും തന്നെ ഉദ്ദേശിച്ചിട്ടില്ല. അത് ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ബാലൻ്റെ വാട്സാപ്പിലുള്ള മറുപടി വരികയും ചെയ്തു. അത് മാത്രമല്ല, അങ്ങനെ അദ്ദേഹത്തിൻ്റെ മാത്രമല്ല വേറെ ചിലർക്ക് ഇതുപോലെ വളരെ യാന്ത്രികമായിട്ട്, അതായത് ഈ കിലോമീറ്ററിന് ഇത്ര എന്നൊക്കെ പറഞ്ഞൊരു ഗവൺമെൻറ് കണക്കുണ്ട്, അതനുസരിച്ചാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ ബാലൻ്റെ കേസിൽ അങ്ങനെയുള്ള ചില കേസുകളിൽ എക്സെപ്ഷൻസ് അനുവദിക്കേണ്ട പ്രശ്നമുണ്ട്. കാരണം ബാലന് 1 മണിക്കൂർ സംസാരിക്കുന്നത് 2 മണിക്കൂർ സംസാരിച്ചു. അത് കഴിഞ്ഞ് തീരെ വയ്യാതാവുകയൊക്കെ ചെയ്തു. അങ്ങനെയുള്ളൊരു വല്ലാത്തൊരു രോഗാവസ്ഥയാണ് വന്നത് പോലും. അപ്പോൾ അത് പരിഗണിച്ചിട്ട് ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് അക്കൗണ്ട് നമ്പർ ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പണം അയക്കുന്നുണ്ട്, കുറച്ച് കൂടുതലായിട്ടുള്ള പണം. അക്കാഡമി വിവാദത്തിൽ പാർട്ടി ഇടപെടേണ്ട കാര്യമില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അത് അവർ തന്നെ പരിഹരിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പുള്ളിക്കാരൻ്റെ പ്രശ്നം അവിടെ ഉന്നയിച്ചു. അതിന് കൃത്യമായി അതിൻ്റെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ മറുപടി പറയും. അദ്ദേഹം ആ ആരോപണത്തിനെല്ലാം കൃത്യമായി മറുപടി കണ്ട് പ്രശ്നം പരിഹരിക്കുമല്ലേ വേണ്ടേ? അതല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതവർ പരിഹരിക്കും, ഉറപ്പായിട്ട് പരിഹരിക്കും. ഇന്നലെ ഞാൻ പോയതാണ്. അല്ല, പാർട്ടി ഇടപെടണ്ട, ഇല്ലാണ്ട് തന്നെ അവർ പരിഹരിക്കും. അത് പരിഹരിക്കപ്പെടും. സാഹിത്യ അക്കാദമി CPM രാഷ്ട്രീയവൽക്കരിച്ചുവെന്ന VD സതീശൻ. അതിന്റെ അനന്തരഫലമാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾ. സച്ചിദാനന്ദ സാറിനെ പോലെ ഞങ്ങളെല്ലാം ബഹുമാനിക്കുന്ന ഒരാളാണ് അതിന്റെ തലപ്പത്തിരിക്കുന്നത്. അദ്ദേഹം അല്ലല്ലോ പ്രശ്നം. അദ്ദേഹം പരിണതപ്രജ്ഞനായ ഒരാളാണ്, എല്ലാവരും ആദരിക്കുന്ന ഒരാളാണ്. പക്ഷെ ആ അക്കാഡമിയെ CPM രാഷ്ട്രീയവൽക്കരിച്ചു. മനസ്സിലായില്ലേ? ഒരു പാർട്ടി ഓഫീസ് പോലെ കൈകാര്യം ചെയ്യാൻ നോക്കി. അപ്പോൾ സാറിനെ തലപ്പത്തിരുത്തി, സാറ് ഒരു ആലങ്കാരികമായ സ്ഥാനത്ത് സച്ചിദാനന്ദ സാറിനെ ഇരുത്തി വേറെ ആളുകൾ അവിടെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ്. ആ രാഷ്ട്രീയവൽക്കരണത്തിന്റെ അനന്തരഫലമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിഷയം. സർക്കാർ തന്നെ പരിഹരിക്കണം. ഒന്ന്, ഈ സാഹിത്യ അക്കാദമിയുള്ള പോലെ സാധനങ്ങൾ കുറെ കൂടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വിടണ്ടേ? അവര് അല്ലാതെ ഈ എല്ലായിടത്തും ചെന്ന് കൈകടത്തുക എന്ന് പറയുന്നത്, അതാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സാഹിത്യ അക്കാദമിയിൽ വരെ ചെന്ന് കൈകടത്തിയിരിക്കുകയാണ്. പിണറായി വിജയൻ അറിയാതെ TP ചന്ദ്രശേഖരന്റെ കൊലപാതകം നടക്കില്ല എന്ന് ആവർത്തിച്ച് KK രമ. അന്നത്തെ പാർട്ടി സെക്രട്ടറി, ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുവാദം കൊടുക്കാതെ ആ കൊലപാതകം നടക്കില്ല. അദ്ദേഹം വിചാരിച്ചിരുന്നുവെങ്കിൽ ആ കൊലപാതകം നടക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സംഭവത്തിൽ പ്രധാനയാൾ പിണറായി വിജയൻ തന്നെയാണ് എന്നാണ് ഇപ്പോഴും താൻ വിശ്വസിക്കുന്നത് എന്നും KK രമ ന്യൂസ് 18 Q18 പറഞ്ഞു. CPM ആസൂത്രിത സൈബർ ആക്രമണം തനിക്കെതിരെ തുടരുകയാണെന്നും രമ ആരോപിച്ചു. MLA ആയതിനു ശേഷം പിണറായി വിജയനോട് അകൽച്ച കുറഞ്ഞിട്ടുണ്ട്? ഒരിക്കലും. ഞാൻ ഇതുവരെ പിണറായി വിജയൻ എന്ന് പറയുന്ന ആളുടെ അടുത്തേക്ക് പോയിട്ടില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം അവിടെയുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടല്ല. എന്താണ് എൻ്റെ മനസ്സിൽ പിണറായി വിജയൻ ഉള്ളത്, അത് അതേപോലെ ഇപ്പോഴും നിൽക്കും. ഇതിനൊന്നൊരു മാറ്റം. ഒരു പക്ഷേ ഒരു വിദ്വേഷം, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാന്ന് പറയാൻ പറ്റുന്നില്ല എനിക്കത്. അതെനിക്കും അങ്ങനെ പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു വിദ്വേഷമാണോ? ഞാൻ ഒരു കാര്യം ഉറപ്പാണ്, ചന്ദ്രശേഖരൻ്റെ എൻ്റെ ജീവിത സഖാവിൻ്റെ ഇല്ലാതാക്കിയതിൽ അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് അനുവാദമുണ്ട്, അദ്ദേഹം അറിയും. അതെൻ്റെ മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ കൊലപാതകം നടക്കില്ലായിരുന്നു. അദ്ദേഹമാണ് അതിനകത്ത് പ്രധാന ആൾ എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനെ വിശ്വസിക്കാൻ തക്ക ഒരുപാട് കാരണങ്ങൾ എൻ്റെ അടുത്തുണ്ട്. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ അദ്ദേഹത്തെ കാണുമ്പോൾ ആ ഒരു ചിന്ത തന്നെയാണ് എപ്പോഴും ഉള്ളത്, അന്നും ഇന്നും എപ്പോഴും. സൈബർ ആക്രമണങ്ങൾ വല്ലാതെ വന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, അതൊക്കെ അവസാനിച്ചു? ഒരിക്കലും ഇല്ല, ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും നമ്മളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന് വളരെ മോശമായിട്ട് കമൻറ്റുകളൊക്കെ ഇപ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്നു. അത് നോക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് മാത്രം. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഇതുപോലെ ഒരു സ്ത്രീയെ ആക്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമായിരിക്കും. പലരും നേരിടുന്നുണ്ട്, ഇല്ല എന്നല്ല. സ്ത്രീകൾ ഒരുപാട് പൊതുരംഗത്ത് സജീവമായി നിൽക്കുന്ന, സ്വതന്ത്രമായ അഭിപ്രായം പറയുന്ന, സ്വതന്ത്രമായ വ്യക്തിത്വമുള്ള ആളുകളെയൊക്കെ പലതരത്തിൽ അവർ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ആ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്നു എന്നതിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ചന്ദ്രശേഖരന് ശേഷം വന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ പേരിലുള്ള ഒരുപാട് പ്രശ്നങ്ങളെ നേരിടേണ്ടിയിരുന്നു. ഒരു സ്ത്രീയെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് ഒരു ടൗണിൽ കൂടെ വേഷം കെട്ടിച്ച് നടത്തി ഈ ആഹ്ലാദ നൃത്തം നടത്തിയത് വേറെ എവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല.
ഒരു മാക്സി ഇട്ട് മുലക്കച്ച കെട്ടി മുഖംമൂടി വെച്ച് ഒരു ടൗണ് മുഴുവൻ യാത്ര അല്ലേ എന്തിൻ്റെ കാരണത്തിൽ അന്നത്തെ തെരഞ്ഞെടുപ്പിൽ 2016 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിച്ചത് 4ാമത്തെ കക്ഷിയായിട്ടാണ്. 1ാമത്തത് CPM, 2ാമത്തത് കോൺഗ്രസ്, 3ാമത്തത് BJP, 4ാമതായിരുന്നു RMP. പക്ഷേ ഞങ്ങൾ മത്സരിച്ചതുകൊണ്ട് മാത്രമാണ്, ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ചുകൊണ്ട് മാത്രമാണ് അന്ന് CPM അവിടെ ജയിച്ചത്, LDF വടകര മണ്ഡലത്തിൽ ജയിച്ചത്. അന്ന് ഞങ്ങൾ UDF ഇന്ന് ഞങ്ങൾ എടുത്ത നിലപാട് അന്ന് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ CPM അന്നും ജയിക്കില്ല, അന്ന് LDF ജയിക്കില്ല, അവിടെ കോൺഗ്രസ്സേ ജയിക്കുള്ളൂ. പക്ഷേ അന്ന് ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ചുകൊണ്ടാണ് അന്ന് അവിടെ ജയിച്ചത്. എന്നിട്ടും രണ്ടാമത് തോറ്റ UDFനെതിരെയല്ല, തോറ്റ BJPക്കെതിരെയല്ല അവിടെ പ്രകടനം നടത്തിയത്, RMPക്കെതിരെ, KK രമയ്ക്കെതിരെ പ്രകടനം നടത്തിയത്. അത് വളരെ ആഭാസകരമായ നൃത്തം വെച്ചുകൊണ്ട് ചവിട്ടിക്കൊണ്ട് എന്ത് നടപടി എടുത്തു, എവിടെ ചോദിച്ചു? ആ ആൾക്കാരൊക്കെ ഇപ്പോഴുണ്ടല്ലോ, DYFയിലും പാർട്ടിയിലൊക്കെ ഉള്ള ആളുകളായിരുന്നല്ലേ. അതാണ് ആ പാർട്ടിക്കെതിരെ നിൽക്കുന്ന ആളുകളെ ഈ തരത്തിലേക്ക് ആക്രമിക്കുക എന്നുള്ളത് തന്നെയാണ് അവർ എക്കാലത്തും സ്വീകരിച്ചു വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപർണ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. അപർണയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് KK രമ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചിരിക്കുന്നത്. പിണറായി വിജയൻ അറിയാതെ ഇതൊന്നും നടക്കില്ല എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുകയാണ് KK രമ. എങ്ങനെ കാരണം, എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതലായി പറഞ്ഞു വെച്ചത്? വ്യക്തിപരമായ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് കൂടിയാണ് KK രമ ആ രീതിയിലേക്കുള്ള ഒരു പരാമർശത്തിലേക്ക് വീണ്ടും കടന്നിരിക്കുന്നത്. രഞ്ജിനി, അതങ്ങനെ വേണം പറയാൻ. UDF MLA-മാരോട് ഇല്ലാത്തൊരു വിവേചനം KK രമയോട് ഉണ്ട് എന്നുള്ള ഒരു രീതിയിലുള്ള അഭിപ്രായങ്ങൾ പലതവണ, ആ ഒരു പരിഭവം പലപ്പോഴും KK രമ മാധ്യമങ്ങൾക്ക് മുന്നിൽ പങ്കുവെച്ചതാണ്. ആ രീതിയിലുള്ള ഒരു നിലപാട് ഇപ്പോഴും ഉണ്ടോ എന്നതിൽ അതിലേറെ മാറ്റം വന്നിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് എങ്ങനെയാണ് MLA ആയതിനു ശേഷം പിണറായി വിജയനുമായിട്ടുള്ളൊരു ബന്ധം. കാരണം പലപ്പോഴും ഈ വിഷയത്തിനകത്ത് പിണറായിക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്ന ഒരാളാണ് KK രമ. മുൻപും മാധ്യമങ്ങൾക്ക് മുന്നിൽ ആവർത്തിച്ചിരിക്കുന്നത് TP ചന്ദ്രശേഖരന്റെ കൊലപാതകം പിണറായി വിജയൻ, അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ നടക്കുകയില്ല എന്നുള്ള വിശ്വാസമാണ് തനിക്കുള്ളത്. അങ്ങനെ തന്നെയാണ് താൻ കരുതുന്നത്. കാരണം പാർട്ടി സെക്രട്ടറി അനുവാദം കൊടുക്കാതെ ആ കൊലപാതകം നടക്കില്ല. അദ്ദേഹം വിചാരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ കൊലപാതകം ഒഴിവാക്കാൻ തന്നെ കഴിയുമായിരുന്നു. അതുകൊണ്ട് ആ ഒരു ചിന്തയിൽ തനിക്ക് യാതൊരു വ്യത്യാസവുമില്ല എന്ന് വീണ്ടും ആവർത്തിക്കുന്നു. താൻ ഇതുവരെ ഏതെങ്കിലും ഒരു ഭരണപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് പോലും, ഒരു ആവശ്യങ്ങൾക്ക് പോലും പിണറായി വിജയൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല, അദ്ദേഹവുമായി സംസാരിച്ചിട്ടില്ല. ആ അകൽച്ച എല്ലാ കാലത്തും നിൽക്കുകയാണെന്ന് പറയുന്നിടത്തും വലിയ രീതിയിലുള്ള വിമർശനത്തിൽ ഉറച്ചു നിൽക്കുന്നു. ആ വിമർശനം എന്ന് പറയുന്നത് പിണറായി വിജയനോട് മാത്രം, മുഖ്യമന്ത്രിയോട് മാത്രമുള്ള വിമർശനമല്ല, CPM-ന് എതിരെയുള്ള വിമർശനങ്ങൾ ആവർത്തിക്കുകയാണ്. തനിക്കെതിരെ സൈബർ ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. അത് ഏത് രീതിയിലാണ് തനിക്കെതിരെ ഇലക്ഷൻ സമയത്ത് നടന്നിരുന്നത്, അതേ രീതിയിലുള്ള പ്രചാരണങ്ങൾ ഇപ്പോഴും നടക്കുന്നു. ആ രീതിയിലുള്ള പ്രചാരണം നടത്തുന്നവരെ പാർട്ടി സംരക്ഷിക്കുന്ന സാഹചര്യമാണുള്ളത്. അവരെല്ലാം DYFI അടക്കമുള്ള പ്രധാനപ്പെട്ട സംഘടനകളുടെ പ്രധാന ചുമതലകൾ വഹിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴുമുണ്ട്. അതായത് ആസൂത്രിതമായിട്ടുള്ള സൈബർ ആക്രമണം തനിക്കെതിരെ ഇപ്പോഴും തുടരുകയാണ്. അത് CPM അറിഞ്ഞുകൊണ്ട് നടത്തുന്ന ഒന്നാണ് എന്ന് പറയുന്നിടത്ത് ഇതുവരെ പറഞ്ഞു വന്നിട്ടുള്ള എല്ലാ നിലപാടുകളിലും താൻ ഉറച്ചു നിൽക്കുകയാണ്. 2 വർഷത്തെ നിയമസഭാ കാലയളവ് കൊണ്ട് ആ നിലപാടുകളിലൊന്നും താൻ വെള്ളം ചേർക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അല്ലെങ്കിൽ അതിലൊന്നും അയവ് വരുന്നില്ല. CPM-നോടുള്ള തൻ്റെ നിലപാട് TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന നിലപാടുകളിൽ എന്ത് നിലപാടാണോ ഇതുവരെ സ്വീകരിച്ചത് അതേ നിലപാട് തന്നെ താൻ ഇപ്പോഴും തുടരുന്നു എന്നുകൂടി ആവർത്തിച്ചു പറയുകയാണ് KK രമ. രഞ്ജിനി, എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ അപർണ, ഇത് വീണ്ടും ആവർത്തിക്കുന്ന ഒരു സാഹചര്യം. പിണറായി തന്നെയാണ് പല ഘട്ടങ്ങളിൽ, പല കാലങ്ങളിൽ KK രമ അതിനുശേഷം, ആ സംഭവത്തിന് ശേഷം ഇത് ആവർത്തിച്ച് പറഞ്ഞ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോഴിത് അപർണയ്ക്ക് നൽകിയ അഭിമുഖത്തിലും അത് കൃത്യമായി ഒന്നുകൂടി വ്യക്തിപരമായി കൂടി KK രമ ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും ഈ TP ചന്ദ്രശേഖരൻ വധക്കേസും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും വീണ്ടും ഒരു സജീവ ചർച്ചയിലേക്ക് കൂടി എത്തുകയല്ലേ? തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരു പക്ഷേ ആ രീതിയിലേക്കുള്ള ഒരു വിവാദത്തിലേക്ക് ഇത് കൊണ്ടുപോകണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലല്ല KK രമ അത് പറഞ്ഞത്. എങ്കിൽ പോലും സ്വാഭാവികമായിട്ടും KK രമയ്ക്കെതിരെ പല തവണ
സൈബർ ആക്രമണങ്ങൾ, അത്തരം പ്രചാരണങ്ങൾക്കെല്ലാമുള്ള മറുപടി തന്നോടുള്ള TPയോടുള്ള വൈരാഗ്യം അത് തന്നോടും തുടരുന്നു, അത് CPM നിരന്തരമായി ചെയ്യുന്നു എന്ന് ആവർത്തിക്കാൻ വേണ്ടിയാണ് KK രമ അത് പറഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF അനുകൂലമായിട്ടുള്ള ഒരു തരംഗം ഉണ്ടാകും, അത് തന്നെയാണ് താൻ പ്രതീക്ഷിക്കുന്നത്. ഇത്തവണ കഴിഞ്ഞ തവണ 19 ആയിരുന്നെങ്കിൽ ഇത്തവണ അത് 20 ഉയരും എന്നുള്ളൊരു രീതിയിലുള്ള പരാമർശം നടത്തുന്നു. പക്ഷേ DP ചന്ദ്രശേഖരൻ വധക്കേസ് ഇനിയൊരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു വിഷയമായി വരും എന്നുള്ളൊരു ആ രീതിയിൽ RMP വിലയിരുത്തുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതികരണമോ അല്ല KK രമയുടെ ഭാഗത്ത് നടത്തിയിരിക്കുന്നത് എന്നുകൂടി വേണം പറയാൻ. പക്ഷേ നിലപാടുകളിൽ തനിക്ക് വ്യത്യാസമുണ്ടാകുന്നില്ല. അതൊരു വ്യക്തിപരമായ ഒരു നേതാവ് എന്ന രീതിയിൽ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള തൻ്റെ നിലപാടിൽ മാറ്റമുണ്ടാകുന്നില്ല എന്നുകൂടി പറയാൻ വേണ്ടിയിട്ടാണ്. സ്വാഭാവികമായിട്ടും ഈ രീതിയിൽ പല രീതിയിലുള്ള വിമർശനങ്ങൾ, പ്രചാരണങ്ങൾ രമയ്ക്ക് നേരെ ഉണ്ടാകുമ്പോൾ UDF നേതാക്കളടക്കം എപ്പോഴും ആവർത്തിച്ചു പറയുന്ന ഒരു വിഷയമാണ്. പക്ഷേ അതൊരു തെരഞ്ഞെടുപ്പ് തലത്തിലേക്ക് പോകുന്ന രീതിയിലേക്ക് ഒരു ചർച്ചയിലേക്ക് കടക്കുമോ എന്നെല്ലാം കണ്ടറിയേണ്ടിയിരിക്കുന്നു. രഞ്ജിനി. ശരി, അപർണയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ന്യൂസ് റൂം ലൈവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. അവനേ